എല്ലാവർക്കും ഇത് ഫാം ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ പശുവിന് കൊടുക്കണ തീറ്റയാണ് നമ്മൾ പരിചയപ്പെടുത്തണേ. അതുപോലെ തന്നെ നമ്മൾക്ക് പശുവിനെ, പോത്തിനെ, ആട ഏത് സാധനം ആയിക്കോട്ടെ കൊടുക്കാണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിലിടും. അപ്പോൾ അതിലേക്ക് നമ്മൾ വീഡിയോ എടുത്തിട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഓരോ വീഡിയോയുടെ കൂടെ നിങ്ങൾക്ക് വിൽക്കാനുള്ളതായാലും ആവശ്യമുള്ളതായാലും സാധനങ്ങൾ അതിൽ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഇന്ന് നമുക്കൊരു വെച്ചൊരു പശു പ്രസവിച്ചിട്ട് 3 മാസമായി അതിനെ കൊടുക്കാനുണ്ട് കുട്ടീന്. അതിൻ്റെ വീഡിയോയും കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഞാനെൻ്റെ പശുവിന് കൊടുക്കണ ഒരു രീതി, കൊടുക്കണ തീറ്റയുടെ ഒരു രീതി അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താനും കൂടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ കൊടുക്കണ തീറ്റ ഇപ്പോൾ ആദ്യമായിട്ടുള്ള ഒന്ന് പരിചയപ്പെടാം. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും സുപരിചിതമായ നമ്മുടെ തേങ്ങാ പിണ്ണാക്കാണ് ഇത് വലിയ സ്പില്ലറിൽ അടിച്ചുള്ള പിണ്ണാക്കാട്ടാ. ചെറിയ സ്പില്ലറിൽ അടിച്ച പിണ്ണാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നൈസ് കനം ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് അതിൽ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല, ചണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ വാങ്ങേണ്ടത് എപ്പോഴും ആട്ടിയിട്ട് നമ്മുടെ പണ്ടത്തെ രീതിയിൽ ചക്കിലാട്ടിയ പിണ്ണാക്ക് കിട്ടാണ്ടെങ്കിൽ 5 രൂപ കൂടിയാലും നമ്മൾ അത് മേടിച്ചു കൊടുക്കണതാണ് ഏറ്റവും നല്ലത്. അതിലാണ് ഒന്നും കൂടി പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ. ഇനി എൻ്റെ സൗണ്ട് നല്ല കഫക്കെട്ടും പനിയൊക്കെ ആയ കാരണം പോയതാണ്. അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനത് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്താം. പിന്നെ ഇത് കടല കേട്ടോ, നമ്മുടെ വറുത്ത് കഴിക്കുന്ന കടല. ഈ കടലയിലും ഒരു വ്യത്യാസമുണ്ട്. ഇത് തമിഴ്നാട് കടലയല്ല, ഇത് ഗുജറാത്ത് കടലയാണ്. ഈ ഗുജറാത്ത് കടലയ്ക്ക് നമുക്കിവിടെ വരുന്ന വില 95 രൂപയാണ് കിലോന് വരുന്നത്. അപ്പം എല്ലാ കർഷകരും വിചാരിക്കും ഈ 95 റുപ്യ കൊടുത്തിട്ട് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ മുതലാവുക എന്നുള്ളത്. അതിൻ്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം, എങ്ങനെ മുതലാക്കണ്ടെന്നുള്ളത് കേട്ടോ. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന പഴയൊരു കുട്ടക്കാണ്. അപ്പോൾ അതിന് ഞാനായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഡോർ വെച്ചു, എലി മറ്റുള്ള സാധനങ്ങളൊന്നും കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മുടേതായിട്ടുള്ള കൊച്ചു ഐഡിയയിൽ നമ്മൾ ചെയ്യണ ഒരു സെറ്റപ്പാണ്. 2 സൈഡും തുറക്കാം. ഇനി ഇത് മൊത്തമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അത് അങ്ങനെ ഇരിക്കട്ടെ. ഇത് നമ്മുടെ തവിട് ഇട്ടാ. ഇപ്പോൾ നമ്മൾ ഗോതമ്പിൻ്റെ തവിട്, സത്യത്തിൽ ഞാൻ തവിടല്ല കൂടുതൽ കൊടുക്കാറ്, ഗോതമ്പ് പൊടിച്ചതാണ്. നമ്മുടെ ഈ റേഷൻ കടകളിൽ നിന്നൊക്കെ മേടിച്ചിട്ട് ചിലവർക്ക് ഇത് ഉപയോഗശൂന്യമായി ഇതൊക്കെ കിട്ടും. വില കുറവിൽ കിട്ടുമ്പോൾ ഈ തവിടിനേക്കാൾ വില കുറവാണ് നമുക്ക് അതിന് വരാറ്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഈ തവിടിൻ്റെ റേറ്റ് തന്നെ മൊത്തം പൊടിച്ച് വരുമ്പോഴടക്കം നമുക്ക് കിട്ടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത് കൊടുക്കുന്നതാണ് നല്ലത്. അതാണ് കിട്ടുമ്പോൾ കൊടുക്കാറ്. ഇതിപ്പോൾ ഇല്ലാത്ത കാരണം ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടില്ല. അത് കാരണം നമ്മൾ കുറച്ച് തവിട് വെച്ചു എന്ന് മാത്രമുള്ളൂ കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ചോളത്തിൻ്റെ പൊടി. ഇവിടെ ചോളമാവ് എന്നാ പറയുക. ഇതൊരു എനർജിയാണ്. കപ്പലണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രോട്ടീനാണ്, ഹൈ പ്രോട്ടീനാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പശുവിന് ആവശ്യമുള്ള സാധനങ്ങൾ, മൂലകങ്ങൾ മാത്രം പുറത്തിണക്കിക്കൊണ്ടാണ് നമ്മളുടെ ഒരു തീറ്റ കൊടുക്കാറ്. ഇനി എങ്ങനെയാണ് ഇത് ഞാൻ കൊടുക്കണ ഒരു രീതിയും കൂടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് നമ്മൾ പിണ്ണാക്ക് വെള്ളത്തിലിടണം. ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കുതിർത്തിരിക്കാം. അതിൻ്റെ ഒരു ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. ബാക്കിയുള്ള സാധനം കൂടി ചേർക്കണത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ടേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പിണ്ണാക്കൊന്ന് വെള്ളത്തിലിടട്ടെ, അതിനുശേഷം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ ഈ വെച്ചു നാടൻ പശു ചെയ്യാൻ എന്തൊട്ട് തീറ്റ കൊടുക്കണം, പെല്ലറ്റ് കൊടുക്കണ്ടോന്ന്. ഞാൻ ഒരിക്കലും പെല്ലറ്റ് കൊടുക്കാറില്ല. കാരണം ഞാനിത് എൻ്റെ വീട്ടിലത്തെ ആവശ്യത്തിനുള്ള പാലിനാണ്. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൊടുക്കാനൊന്നുമല്ല. പിന്നെ അല്ലെങ്കിൽ പെല്ലറ്റ് കൊടുത്തിട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി പോയി. ഇതാകുമ്പോൾ പണ്ടത്തെ രീതിയിലുള്ളത്. ചിലർ ഉഴുന്ന് കൊടുക്കണവരുണ്ട്. അതുപോലെ തന്നെ മറ്റേ പരുത്തിക്കുരു ആട്ടിയിട്ടൊക്കെ കൊടുക്കാറുണ്ട്. നമ്മളിപ്പോൾ അതൊന്നും ചെയ്യണില്ല.
പിന്നെ എൻ്റെ പശു പ്രസവിക്കുന്നതിൻ്റെ ഒരു മാസം മുന്നേ ഞാൻ എള്ള് കൊടുത്തിരുന്നു. മുഴുവനായിട്ടുള്ള എള്ള്, നല്ല എള്ള് മേടിച്ചിട്ട് അത് പൊടിച്ചിട്ട് അതും കൂടിയിട്ട് തീറ്റയിൽ കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പിണ്ണാക്കൊന്ന് കുതിർത്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ പിണ്ണാക്ക് എടുത്തത് വെള്ളം ഈ പിണ്ണാക്കിൻ്റെ മേലേക്കുള്ള ലെവലിലാണ് ഒഴിച്ച് വയ്ക്കുക. അത് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പിണ്ണാക്ക് നല്ല പൊടിയായിട്ട് വരും കേട്ടോ. ഇനി നമ്മളിതിൽ തവിടും മറ്റുള്ള പൊടികളും ചേർക്കുമ്പോൾ നല്ല ഡ്രൈ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഈ കപ്പലണ്ടിയും കൂടിയിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അത് വെള്ളമൊന്നും ഒഴിച്ചിട്ടല്ല, ഡ്രൈ ആയിട്ട് തന്നെയാണ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി എല്ലാതും കൂട്ടി ചേർക്കണ നേരത്ത് നമുക്ക് കാണാം കേട്ടോ. അതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും കൂടിയിട്ട് നിങ്ങൾ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അരച്ച് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ 2 പശുവിനുള്ള തീറ്റ ഇവിടെ തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പിണ്ണാക്കാണ് ഇപ്പോൾ ഇത്. നമ്മൾ പാലിനനുസരിച്ചിട്ടാണ് തീറ്റ കൊടുക്കേണ്ടത്. അപ്പോൾ അവർക്കുള്ള പിണ്ണാക്കായി, അതുപോലെ തന്നെ ചോളത്തിൻ്റെ പൊടി, അതുപോലെ ചോളത്തിൻ്റെ തവിട്, അതുപോലെ നമ്മുടെ കപ്പലണ്ടി പൊടിച്ചത് കേട്ടോ. ഇത് വെറുതെ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടുള്ളൂ, വേറെ ഇത് ചെയ്തിട്ടില്ല. ഇത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് വലിയ പശുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പച്ചപ്പുല്ലിന് ലഭ്യത കുറവുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാൽസ്യം പൗഡറും കൂടിയിട്ട് ചേർക്കണം. അപ്പോൾ നമുക്ക് പച്ചപ്പുല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ കാൽസ്യം കൂടി ചേർക്കേണ്ട കാര്യം ഉണ്ടാവില്ല. പച്ചപ്പുല്ലിൽ നിന്ന് നന്നായി കാൽസ്യം കിട്ടും. ഇനി നമ്മളിത് നന്നായി മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായി കൂട്ടിയിട്ട് ഈ രൂപത്തിൽ തന്നെ കൊടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആൾക്കും കൂടിയിട്ട് അങ്ങോട്ട് കൊടുത്താൽ സംഭവം സെറ്റായിട്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇതുവരെ ആയിട്ട് കൊടുത്തിരുന്ന ഒരു മെത്തേഡ്. ഇതുവരെ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളൊരു തീറ്റ ഇതുവരെ അവർക്ക് കൊടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പാല് കൂടുക കുറയുക എന്നുള്ള ഒരു വിഷയമൊന്നുമില്ല. ഇങ്ങനെയാകുമ്പോൾ ശരിക്കും അവരുടെ റൂമനിലാണ് ഈ ഫുഡ് എത്തുക. അതായത് ഈ പുല്ലൊക്കെ എത്തണോടത്തേക്ക് തന്നെയാണ് ഈ തീറ്റയും ചെല്ലുക. അപ്പോൾ പുല്ല് എത്തണോടത്തുള്ള അണുക്കൾക്ക് നല്ല പ്രോട്ടീനായിട്ടുള്ള ഈ വിറ്റാമിനായിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർ നന്നായി പുല്ലിനെ നന്നായി ദഹിപ്പിക്കാനൊക്കെ നല്ല ആക്റ്റീവ് ആവും. അപ്പോൾ അവർ തിന്നണേൻ്റെ റിസൾട്ട് അങ്ങനെയാണ് നമ്മുടെ പശുവിന് കിട്ടുക. അല്ലാണ്ട് പശുവിന് ഇതൊന്നും നേരിട്ടിട്ട് സ്വീകരിക്കില്ല. ആ അണുക്കൾ തിന്ന് പാകപ്പെടുത്തിയതിന് ശേഷമാണ് നന്നായിട്ട് അതിൻ്റെ പ്രോസസ്സ് നടക്കുള്ളൂ. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കണം. അല്ലാണ്ട് നമ്മൾ പശുവിനല്ല തീറ്റ കൊടുക്കേണ്ടത്, ശരിക്കും അതിൻ്റെ വയറ്റിലുള്ള അണുക്കൾക്കാണ്. അപ്പോൾ നമ്മൾ ഒരു പകുതി ഒരാൾക്കും ഒരു പകുതി മറ്റാൾക്കും കൂടിയിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതിലിപ്പോൾ പാലുൽപാദനം കൂടുതലുള്ള ആൾക്ക് സ്വല്പം കൂടുതലും, അല്ലാത്ത ആൾക്ക് കുറച്ച് കുറവാണ് കൊടുക്കേണ്ടത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഇവിടെ ഇപ്പോൾ വൈക്കോല് മാത്രമായ കാരണം നമ്മൾ സ്വല്പം കാൽസ്യത്തിൻ്റെ പൗഡറും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇത് പിന്നെ ഒരു കമ്പനി പ്രൊമോഷനൊന്നുമല്ല, അത് കാരണം ഏതായാലും കുഴപ്പമില്ല. നല്ല കമ്പനിയുടെ ഇത് കൊടുക്കുക. ശരിക്കും ഒരു തീപ്പെട്ടി കൂടൊക്കെ കൊടുക്കാനാണ് പറയുക. അത് വലിയ പശുക്കൾക്ക്. ഇവർക്ക് നമ്മൾ ഓരോ സ്പൂണാണ് കൊടുക്കുക കേട്ടോ. ഇവിടെ വെറും വൈക്കോല് മാത്രമുള്ളപ്പോൾ നല്ല ഡ്രൈ ആയ കാരണമാണ്. അപ്പോൾ ഇതും കൂടി നമ്മളതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 ആൾക്കും കുറച്ചിട്ട് കൊടുക്കും. അപ്പോൾ പുല്ലിൽ നിന്ന് കിട്ടേണ്ട കാൽസ്യം നമ്മൾ പുല്ലിൻ്റെ ലഭ്യത കുറവ് കാരണം നേരിട്ടിട്ട് കൊടുക്കണം. ഇത്രയാണ് നമ്മൾ ചെയ്യണത്. പിന്നെ നമ്മൾ ആ കപ്പലണ്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കപ്പലണ്ടിക്ക് 95 രൂപയാണ്. അത് ഒരു വലിയ എമൗണ്ടായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിണ്ണാക്കിന് 55 രൂപ, 50 രൂപ, 55 രൂപ
കടലപ്പിണ്ണാക്കിന് വില ഉണ്ട്. അപ്പോൾ നമ്മൾ 1 കിലോ കടലപ്പിണ്ണാക്ക് കൊടുക്കുന്നിടത്ത് ഇത് 1/2 കിലോ കടല കൊടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രോട്ടീനും എല്ലാതും അതിൽ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്കതിന് കൊടുക്കാൻ പറ്റും. കൂടുതൽ ക്വാണ്ടിറ്റി കൊടുക്കുന്നതിലല്ല, ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊടുക്കുന്നതിലാണ് കാര്യം. അത് കുറവ് കൊടുത്താൽ മതി, ക്വാളിറ്റി ഉണ്ടായാൽ മതി. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.